നമ്മൾ കാണാത്ത കേരളത്തിലെ ചെറിയ 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 പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളല്ല എന്ന് ഈ ഷട്ടിലിന്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ നമുക്ക് തോന്നും. ഇത്തരം ഷട്ടിലുകളുടെ ചുവട്ടിൽ പോയിരുന്ന് സ്വപ്നം കാണുക എന്നതാണ് ഞാൻ പറയുന്ന യാത്രകൾ എന്ന് പറയുന്നത്. എവറസ്റ്റിന്റെ മുകളിൽ പോയിരുന്നിട്ട് ചെറിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ജന്മനാടായ പാലക്കാട്ടുമലയിൽ ഇരുന്ന് സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ ശീലിച്ചിട്ടുണ്ടാവും. ആ സ്വപ്നത്തിന് സ്വാഭാവികമായിട്ടും വലിപ്പം ഉണ്ടാവും. നമ്മൾ നമ്മുടെ കിണറുകളിൽ ചെറിയ കുളങ്ങളിൽ കിടക്കുന്നതിന് പകരം സമുദ്രത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങുന്നു. അവിടെ നമ്മുടെ സ്വപ്നങ്ങളുടെ വലിപ്പം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുതായി മാറുന്നു. ആ സ്വപ്നം നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും സ്വാധീനിക്കാൻ തുടങ്ങുന്നു. വലിയ സ്വപ്നം കാണണമെങ്കിൽ വലിയ ആംബിയൻസിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ പെട്രോണാസ് ടവറിന്റെ ചുവട്ടിൽ പോയിരുന്ന് കാണുന്ന സ്വപ്നം മറൈൻ ഡ്രൈവിലെ പഴയ ബാങ്ക് ഓഫ് കൊച്ചിയുടെ കെട്ടിടത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് കാണുന്ന സ്വപ്നത്തിന്റെ പല മടങ്ങ് വലുതായിരിക്കും. ബുർജ് ഖലീഫയുടെ ചുവട്ടിൽ അതിന്റെ ചുവരുകളിൽ ചാരി നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കാണുന്ന സ്വപ്നം, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മുകളിലത്തെ ഒബ്സർവേഷൻ ഡെക്കിൽ പോയി നിന്ന് ആ നഗരത്തെ ആകെ കണ്ടുകൊണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം, നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രീം വലിയൊരു ഡ്രീമായി മാറുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കും. എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതൊക്കെ ഈ യാത്രകളാണ്. ഈ യാത്രകളിലൂടെ നമ്മളെപ്പോലെ 5.5 അടി പൊക്കവും എന്നേക്കാൾ തൂക്കവും കുറഞ്ഞ കൊച്ചു മനുഷ്യരാണ് ഈ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ എങ്കിൽ പിന്നെ എനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന തോന്നൽ എനിക്ക് സ്വയം ഉണ്ടാകുന്നു. നമ്മളെക്കാൾ കൊച്ചു മനുഷ്യരുടെ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അവരുമായിട്ട് മല്ലയുദ്ധം നടത്തുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും അവരുടെ സ്വപ്നം പോലെ ചെറുതായി പോകുന്നു. അതാണ് നമ്മൾ യാത്ര ചെയ്യാത്തത് സംഭവിച്ചത്. നമ്മളെക്കാൾ ചെറുതായ മനുഷ്യരുമായി കലഹിച്ച് ജീവിച്ച് തീർക്കാതെ വലിയവരുടെ ലോകത്തേക്ക് നടന്നു ചെല്ലേ, എന്നിട്ട് അവർ കണ്ട വലിയ സ്വപ്നങ്ങളുടെ ഭാഗമാവുക, ആ സ്വപ്നങ്ങളുടെ ഷെയർ ഹോൾഡർ ആവുക. അതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ നമുക്ക് സാധ്യമാണെന്ന ആത്മവിശ്വാസം വളർത്തുക. അത് മാത്രം മതി എന്നായിരിക്കും. നമ്മൾ കാണാത്ത കേരളത്തിലെ ചെറിയ 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 പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളല്ല എന്ന് ഈ ഷട്ടിലിന്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ നമുക്ക് തോന്നും. ഇത്തരം ഷട്ടിലുകളുടെ ചുവട്ടിൽ പോയിരുന്ന് സ്വപ്നം കാണുക എന്നതാണ് ഞാൻ പറയുന്ന യാത്രകൾ എന്ന് പറയുന്നത്. എവറസ്റ്റിന്റെ മുകളിൽ പോയിരുന്നിട്ട് ചെറിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ജന്മനാടായ പാലക്കാട്ടുമലയിൽ ഇരുന്ന് സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ ശീലിച്ചിട്ടുണ്ടാവും. ആ സ്വപ്നത്തിന് സ്വാഭാവികമായിട്ടും വലിപ്പം ഉണ്ടാവും. നമ്മൾ നമ്മുടെ കിണറുകളിൽ ചെറിയ കുളങ്ങളിൽ കിടക്കുന്നതിന് പകരം സമുദ്രത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങുന്നു. അവിടെ നമ്മുടെ സ്വപ്നങ്ങളുടെ വലിപ്പം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുതായി മാറുന്നു. ആ സ്വപ്നം നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും സ്വാധീനിക്കാൻ തുടങ്ങുന്നു. വലിയ സ്വപ്നം കാണണമെങ്കിൽ വലിയ ആംബിയൻസിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ പെട്രോണാസ് ടവറിന്റെ ചുവട്ടിൽ പോയിരുന്ന് കാണുന്ന സ്വപ്നം മറൈൻ ഡ്രൈവിലെ പഴയ ബാങ്ക് ഓഫ് കൊച്ചിയുടെ കെട്ടിടത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് കാണുന്ന സ്വപ്നത്തിന്റെ പല മടങ്ങ് വലുതായിരിക്കും. ബുർജ് ഖലീഫയുടെ ചുവട്ടിൽ അതിന്റെ ചുവരുകളിൽ ചാരി നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കാണുന്ന സ്വപ്നം, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മുകളിലത്തെ ഒബ്സർവേഷൻ ഡെക്കിൽ പോയി നിന്ന് ആ നഗരത്തെ ആകെ കണ്ടുകൊണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം, നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രീം വലിയൊരു ഡ്രീമായി മാറുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കും. എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതൊക്കെ ഈ യാത്രകളാണ്. ഈ യാത്രകളിലൂടെ നമ്മളെപ്പോലെ 5.5 അടി പൊക്കവും എന്നേക്കാൾ തൂക്കവും കുറഞ്ഞ കൊച്ചു മനുഷ്യരാണ് ഈ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ എങ്കിൽ പിന്നെ എനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന തോന്നൽ എനിക്ക് സ്വയം ഉണ്ടാകുന്നു. നമ്മളെക്കാൾ കൊച്ചു മനുഷ്യരുടെ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അവരുമായിട്ട് മല്ലയുദ്ധം നടത്തുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും അവരുടെ സ്വപ്നം പോലെ ചെറുതായി പോകുന്നു. അതാണ് നമ്മൾ യാത്ര ചെയ്യാത്തത് സംഭവിച്ചത്. നമ്മളെക്കാൾ ചെറുതായ മനുഷ്യരുമായി കലഹിച്ച് ജീവിച്ച് തീർക്കാതെ വലിയവരുടെ ലോകത്തേക്ക് നടന്നു ചെല്ലേ, എന്നിട്ട് അവർ കണ്ട വലിയ സ്വപ്നങ്ങളുടെ ഭാഗമാവുക, ആ സ്വപ്നങ്ങളുടെ ഷെയർ